Can you all? Voice clear അല്ലേ? ആതിര ആതിര റിപ്ലൈ ചെയ്ത് വോയിസ് ക്ലിയർ ആണോ? ഷോൺ ജോയ് വോയിസ് ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നമ്മൾ എവിടെ വരെ എടുത്തത്? സെക്കൻഡ് തേർഡ് ചാപ്റ്ററിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ അല്ലേ എടുത്തത്? ഓക്കെ അല്ലേ? തേർഡ് ചാപ്റ്ററിലെ, അതായത് പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ അല്ലേ എടുത്തേക്കണത്? Question number 9 ആണ് ട്ടോ. Explain the conservation of momentum as a consequence of Newton's law. Write a few illustrations of conservation of momentum. നമ്മൾ പഠിച്ചത് ഓർക്കണില്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ് പഠിച്ചത് ആരെങ്കിലും പറഞ്ഞേ? ക്ലാസ്സിൽ അന്ന് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ആതിര. ഓർക്കുന്നുണ്ടോ? ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത് പഠിച്ചേക്കണത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 എടുത്തോ. പേജ് നമ്പർ 83 ചാപ്റ്റർ 3. ഈ ടെക്സ്റ്റ് ആണ് കേട്ടോ. ആരപ്പം മെസ്സേജ് ചെയ്ത്? ഞാൻ കണ്ടില്ല. പേജ് നമ്പർ 83. According to Newton's second law of motion, the change in the momentum delta p of a body when a force F acts on its 4 times delta t is delta p is equal to F into delta t. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൊമെന്റത്തിന്റെ ഡെൽറ്റ പി. പി എന്ന് പറയുന്നത് മൊമെന്റ് ആണ്. എഫ് ഇസ് ദ ഫോഴ്സ് ആൻഡ് ടി ഇസ് ദ ടൈം. ഓക്കെ, this result implies that if no force act on the body, നമ്മൾ പറഞ്ഞു കൈ വലിക്കണത് മൊമെന്റം ആക്കം കുറയ്ക്കാനാണ്. ബോൾ വന്ന കയ്യിൽ പതിക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്ന പറഞ്ഞതാണ്. ഇത് എക്സ്പ്ലെയിൻ ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം ആസ് എ കോൺസിക്വൻസ് ഓഫ് ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോ വച്ചിട്ട് കൺസർവേഷൻ ഓഫ് മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേക്കണം. റൈറ്റ് ഫ്യൂ ഇലിസ്ട്രേഷൻ ഓഫ് ദ കൺസെപ്റ്റ്, അതിനുള്ള 3-4 ആപ്ലിക്കേഷൻസും. അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കറിയാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ പറയണേ? എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയണത്. Then delta p എന്ന് പറയുന്നത് moment of a body when force F acts on it for time t. Delta t ടൈമിലെ p is equal to F into delta t.
This result implies that if no force acts on the body, the change in the momentum of the body will be zero. Force act ചെയ്യുന്നില്ലെങ്കിൽ change in the momentum will be zero ആണ്. The momentum of the body will remains unchanged. This argument can be extended to a system of bodies as well. Newton's third law can also be used to arrive the same result. Consider an isolated system of two bodies, A and B, which interact with each other for time delta t. If FAB and FBA are the forces which they exert on each other, then in accordance with Newton's third law, FAB is equal to minus FBA. നമ്മൾ ഈ ക്വസ്റ്റൻ എവിടെ പഠിച്ചത്? ക്വസ്റ്റൻ നമ്പർ 5 F12 is equal to minus F21 എന്ന് പഠിച്ചില്ലേ? ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നതാണ് എന്ത്? To every action there is an equal and opposite reaction. ഏതൊരു സംഭവത്തിനും തുല്യവും ഓപ്പോസിറ്റുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം കൂടി ഉണ്ടാകും എന്നാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്, അല്ലേ? അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? F12 is equal to minus F21. ഞാനന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓർത്തിരിക്കേണ്ടെന്ന് വിചാരിക്കണോ? ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഈ ആർക്ക് സംരക്ഷണ നിയമം എന്നാണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടുത്തെ ആക്കം എന്തായിരിക്കും എന്നാ പറയണേ? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത്, അല്ലെ? എന്താ പറഞ്ഞേ? ദ ചേഞ്ച് ഇൻ ദ മൊമെന്റ് ഓഫ് ദ ബോഡി വിൽ ബി സീറോ. നോ ഫോഴ്സ് ആക്ട് ഓൺ ദ ബോഡി. ഒരു ബാഹ്യബലം നമ്മൾ കൊടുത്തില്ല എങ്കിൽ ദ മൊമെന്റം ഓഫ് ദ ബോഡി വിൽ റിമൈൻസ് അൺചേഞ്ച്ഡ്. അവിടുത്തെ മൊമെന്റം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും എന്നാ പറയണത്. ഓക്കെ, then Newton's third law പറയുന്നത് FAB is equal to minus FBA. മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, mv. മൊമെന്റം ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. mv ആണ് മൊമെന്റം. ഓക്കെ, then Newton's third law, FAB is equal to minus FBA. Delta PA divided by T. അതെന്താണ്? ആദ്യത്തെ ഫോഴ്സ്. നോക്കി, ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്നും നമ്മളെ എന്താണ് FA? നമുക്കറിയാം ഡെൽറ്റ പി, the change in momentum is equal to F into delta T. ഫോഴ്സ് ഇല്ല എങ്കിൽ ഡെൽറ്റ പി എന്താകും? as a constant ആകും. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്. ദെൻ ഇവിടെ നമ്മൾ തേർഡ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ലോ ഇസ് ഈക്വൽ ടു FAB is equal to minus FBA ആണ്. ദിസ് ഇസ് ദ തേർഡ് ലോ ഓഫ് ന്യൂട്ടൺസ്. ദെൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എഫ് ഡെൽറ്റ ടിയുടെ എഫ് കണ്ടുപിടിക്കും. എഫ് എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ആൻഡ് ദിസ് എഫ് ബി എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ടി. ഈ എയും ബിയും കൊടുത്തേക്കുന്നത് എന്തിനാ? ഏത് ഇതിന്റെ മൊമെന്റം ആണ്? ടു ബോഡീസ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ. A and B are the two bodies which interact with each other for time delta t. And if FAB and FB are the forces which they exert on each other, then in accordance with the Newton's third law of
FAB is equal to minus FBA. That's equal to delta PA divided by delta T is equal to minus delta PP divided by delta T. നമുക്ക് ഈ delta T's-നെ എന്ത് ചെയ്താ ക്യാൻസൽ ചെയ്ത് കളയാം. Then last എന്ത് കിട്ടും? Delta PA is equal to minus delta PB. Then the equation I have got delta P plus delta P is equal to 0. Okay. ഇനി അവിടെ ഉണ്ടാവുന്ന ആകെ മൊമെന്റം എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം, ആ ഇതിലുണ്ടാവുന്ന ടോട്ടൽ മൊമെന്റം ആണ് ഡെൽറ്റ പി ടോട്ടൽ. ഡെൽറ്റ പി ടോട്ടൽ is equal to 0. Therefore P total is equal to എന്താണ്? A constant. That is, there is no change in the momentum of the system. In other words, the momentum of the system is conserved. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ഇതാണ് എന്ത് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ there is no external force. The change കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് എന്താണ്? The change in the momentum എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ മൊമെന്റം എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇതില് ഇമ്പൾസ് ചോദിക്കലുണ്ട്. ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായി. ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ഈ ഇമ്പൾസ്. അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. എന്താന്ന് വെച്ചാൽ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ഇമ്പൾസ്? ടേം ഇമ്പൾസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഈ ചാപ്റ്റർ ബേസ് വന്നതാണ്. അത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേര്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്ത് ഇമ്പൾസ് എന്ന് പറഞ്ഞത്. അതായത് ചെറിയൊരു സമയത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ബലമാണ് ആവേഗ ബലം അഥവാ ഇമ്പൾസ്. ദ ഇമ്പൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്ത് ആവേഗം വരുന്നത്. ഫോഴ്സ് ഇൻറ്റു ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിഫൈൻ ദ ടേം ഇമ്പൾസ് and write its SI unit and is it a vector or a scalar? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. The rate of change of momentum in terms of the momentum ആണ് ഇമ്പൾസ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ അതെങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താണ്? M ഇൻറ്റു കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. Force into time. Impulse I is equal to force into time ആണ് വന്നത്. Force into time. Force നമുക്കറിയാം MA ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ഓഫ് മോഷൻ അനുസരിച്ച് ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA. MA is equal to kilogram meter per second square into second. ഈ സെക്കൻഡും ഇവിടുത്തെ ഒരു സെക്കൻഡും കൂടി പോയിട്ട് ബാക്കി നമുക്ക് ഇമ്പൾസിന്റെ യൂണിറ്റ് കിട്ടുന്നത് ഇങ്ങനെയാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം ഇത് ചോദിച്ചത് കൊണ്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇമ്പൾസ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. വാട്ട് ഇസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോഴ്സ് ഇൻറ്റു ടൈം. നമ്മൾ ഫോഴ്സിന് MA കൊടുക്കുന്നു, ടൈമിന്റെ യൂണിറ്റ് വെച്ച് നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇമ്പൾസ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി.
ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, എം വി മൈനസ് എം യു ആണ്. എം വി മൈനസ് എം യു ആണ് എന്ത്, ഇമ്പൾസ്. എം വി മൈനസ് എം യു, അതായത് ഒരു ആക്ക വ്യത്യാസമാണ്. വാട്ട് ഇസ് എം വി? മാസിന്റെ വെലോസിറ്റി ഈസ് ദ മൊമെന്റം. അപ്പൊ ആ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഇമ്പൾസ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഒരു വസ്തുവിൽ നമ്മള് മൊമെന്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അതിൽ ഉണ്ടാവുന്ന ഇമ്പൾസ്. ജസ്റ്റ് അത്ര മനസ്സിലാക്കിയത് ബേസ് ആണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് എം വി മൈനസ് എം യു. മൊമെന്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് അവിടെ ഇമ്പൾസ് എന്ന് പറയുന്നത്. മൊമെന്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം. എന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അത് ഇക്വേഷൻ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം ആണ്. The next question തന്നെ few illustration of the conservation of momentum. മനസ്സിലായോ? അതായത് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കണത്. ഇതൊന്ന് പറഞ്ഞിരുന്നോ? Recoil of, when a bullet is fired from a gun, the gun recoils. The velocity v2 of the recoil of the gun can be founded by using the law of conservation of momentum. M be the mass of the bullet being fired from a gun of mass m, and it v1 is the velocity of the bullet. Then momentum will said to be conserved if the velocity v2 of the gun is given by mv1 plus mv2 is equal to 0. Therefore, mv1 is equal to minus mv2, v2 is equal to minus m by m into v1. ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ബുള്ളറ്റ് ഫയർഡ് ഫ്രം, അതായത് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബുള്ളറ്റും സ്മോൾ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ബുള്ളറ്റും ഗണ്ണിന്റെ മാസ്, രണ്ടിനും ഓരോ മാസ് ഉണ്ട്. ബുള്ളറ്റിന് മാസ് ഉണ്ട്, ഗണ്ണിന് മാസ് ഉണ്ട്. അപ്പൊ ഗണ്ണിന്റെ മാസ് ആണ് ക്യാപിറ്റൽ എം ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ആ പോകുന്ന ബുള്ളറ്റിന്റെ വെലോസിറ്റി v1 എന്നും v2 എന്ന് പറയുന്നത് നമ്മുടെ ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന മൊമെന്റം നമുക്കറിയാം. മൊമെന്റം എന്താണ്? മാസിന്റെ വെലോസിറ്റി എം ഇൻറ്റു വി ആണ് എന്ത്, മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അവിടെ ഉണ്ടാവുന്ന ആ മൊമെന്റത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടാക്കുന്ന ബലമാണ് എന്ത്, ഇമ്പൾസ്. അപ്പോ നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വച്ചിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ എം വി വൺ പ്ലസ് എം വി ടു, അതിലുണ്ടാവുന്ന ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് എം വി വൺ പ്ലസ് എം വി ടു എന്ന് പറയുന്നത് 0 ആണ്. അവിടെ നിന്നും v2 എന്ന് പറയുന്നത് എന്തിന്റെ, ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. v1 is the velocity of the bullet and v2 is the ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. That's equal to minus m, ബുള്ളറ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ഗണ്ണിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഗണ്ണിന്റെ വെലോസിറ്റി v2. ഇവിടെ നെഗറ്റീവ് സൈൻ v2 is in the direction opposite to v1 അല്ലെ. ബാക്കിലേക്ക് നമ്മൾ തോക്ക് മൂവ് ചെയ്യിക്കുമ്പോ, മീൻസ് ഇത് വലിക്കുമ്പോ ഫ്രണ്ടിലേക്കാണ് ആര് പോണത്, ബുള്ളറ്റ് പോണത്. ഓക്കെ, സിൻസ് m is less than capital M, the recoil velocity of the gun will be considerably smaller than the velocity of the bullet. ബുള്ളറ്റിന്റെ വെലോസിറ്റിയേക്കാൾ ഗണ്ണിന്റെ വെലോസിറ്റി എന്താണ്, സ്മോളർ ആണ് അല്ലെ. എന്നിട്ട് ബുള്ളറ്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് നമ്മൾ ചെറിയൊരു മൂവ്മെന്റ് ഗണ്ണിന് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ബുള്ളറ്റ് വളരെ ശക്തമായിട്ട് പുറത്തേക്ക് തെറിക്കുകയാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി ഗണ്ണിനേക്കാളും ബുള്ളറ്റിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കി എന്താണ് അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ച് പറയുന്ന കൊളീഷൻ. നോക്കിയേ, in a collision we may regard the colliding bodies as forming a system. In the
absence of any external force on colliding body, the system can be considered to be an isolated system. For the reaction between colliding bodies, we change the times of collision between the billiard balls may be quite instructive. Study of the collision between the last bodies. ഈ കൊളീഷൻ പിടിക്കാനായിട്ട് നമുക്ക് ഈ കോയിൻ ക്യാരംസിലെ കോയിൻസിലെ ബില്യാർഡ്സിലെ ഇത് അതൊക്കെ എന്താണ് നമുക്കതൊരു എക്സാമ്പിൾ ആണെന്നാ പറഞ്ഞേക്കണം. ഈ കൊളീഷൻ ഇങ്ങനെയാണ് നോക്കി കണ്ടവിടെ 9th ടെക്സ്റ്റിലെ കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ ആണിത്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോ എന്ത് വരും? ആ ബോളിക്ക് മൂവ്മെന്റ് ഉണ്ടാവും. അവിടെ പറയുന്നത് നമ്മള് ബാക്കിലുള്ള ഇതിന് നമ്മൾ ബാക്കിലേക്ക് എടുക്കൊണ്ട് ഫ്രണ്ടിലേക്ക് തട്ടുമ്പോ ആ കോലുകൾ എന്താണ്, മുമ്പിലുള്ള കോലുകൾ മുന്നിലേക്ക് ചലിക്കും അല്ലെ? അത് തന്നെയല്ലേ നമ്മൾക്ക് പണ്ടിലും പറഞ്ഞത്. ഒരെണ്ണം ബാക്കിലേക്ക് എടുക്കുമ്പോ ഫ്രണ്ട് പോകും. വസ്തുവിലെ കൊളൈഡ് ചെയ്യുമ്പോ അവിടെ ഉണ്ടാവുന്ന ആക്കം, അതായത് മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? ഒരു വസ്തുവിൽ മറ്റു ഇടിക്കുമ്പോ വസ്തുക്കളുടെ മാറ്റം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കി ഇൻഫ്ലേഷൻ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒരു നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴുള്ളത് എന്ത് ചെയ്യാം? കൊളൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് ദ കൊളൈഡിംഗ് ബോഡീസ് ദ സിസ്റ്റം can be considered to be an isolated system. The forces of the interaction between the colliding bodies will not take total momentum of the colliding bodies. അത് തന്നെയാണ് പറഞ്ഞത്. നമ്മളൊരു വസ്തു കൊണ്ട് കൊളൈഡ് ചെയ്യുമ്പോൾ വസ്തുക്കളുടെ ആകെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. Recoil of the gun, then explosion of a bomb. ഇവിടെ നോക്കിയേ, bomb exploded into fragments of huge energy. Bomb amount of energy is then considered initially the bomb was zero before the total moment of the explosion was നമുക്കറിയാൻ കിട്ടുന്നതോ വെച്ചിട്ട് ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണത്. അതെങ്ങനെയാണ് നമ്മള് താഴത്തേക്കുള്ള ഒരു മൂവ്മെന്റിലാണ് റോക്കറ്റ് അത്രയും ഫാസ്റ്റ് ആൻഡ് ഹൈറ്റില് മൂവ് ചെയ്യുന്നത്. അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷൻ ആണ്. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്ലൈറ്റ് ഓഫ് എ റോക്കറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന വരെ അത് എന്തായിരിക്കും? അതിന്റെ കൺസർവേഷൻ, അതിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും എന്നതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. The flight of the rocket is an important practical application of the conservation of momentum. A rocket consists of a shell with a fuel tank, which can be considered as one body. The shell is provided with a nozzle through which high pressure gases are made to escape. On firing the rocket,
combustion of processes at very high pressure and temperature. Due to the high pressure, this gases escape from the high velocity and the rocket go upward due to the conservation of momentum of the system. മനസ്സിലായല്ലോ? നമ്മുടെ ഫയർ ചെയ്യുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കാരണമാണ് അത് മുന്നിലേക്ക് പോകുന്നത് at a high velocity and to their high pressure, conservation of the momentum of the system. If m is the mass of the rocket and m is the mass of the gas escaping per second with the velocity. റോക്കറ്റിന്റെ മാസ് ക്യാപിറ്റൽ എം എന്നും അവിടെ നിന്നും പെർ സെക്കൻഡിൽ പോകുന്ന ഗ്യാസിന്റെ വെലോസിറ്റി സ്മോൾ എം എന്നും ഗ്യാസിന്റെ മാസ് സ്മോൾ എം എന്നും അതിന്റെ വെലോസിറ്റി വി എന്ന് എടുത്താൽ the change in the momentum of the gas in t second is equal to m into v into t ആണ്. മനസ്സിലായോ? മാസ് എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗ്യാസ് ആൻഡ് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി v, then ഇത്ര ടൈമിൽ t. And if the increase in the velocity of the rocket in t second is v, the increase in its momentum is equal to mv. According to the principle of the conservation of momentum, mv total momentum എന്തായിരിക്കും? 0 ആയിരിക്കും. For mvt plus mv is equal to 0, v by t is equal to a. Velocity by time ആണ് നമുക്കറിയാം എന്താ? acceleration. Therefore minus mv divided by m. The rocket acceleration is equal to minus m divided by m. Okay, ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇടക്ക് കട്ടായി പോയി കഴിഞ്ഞാൽ the total moment mvt plus mv is equal to 0, v by t is equal to acceleration minus mv divided by m. The rocket movement and acceleration is equal to minus mv divided by capital M ആണ്. ഇത്ര applications ഉണ്ട് law of conservation of momentum. Okay. Then in question number 10. Explain the equilibrium of the concurrent forces. Okay, explain the equilibrium of the concurrent forces. A number of forces acting simultaneously at a point are called concurrent forces. Such forces are said to be in equilibrium if the resultant is 0. ഈ ചാപ്റ്ററിലെ നമ്മൾ പറഞ്ഞ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ന്യൂട്ടൺസിന്റെ ലോസും ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലോസും ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻസും നന്നായിട്ട് പഠിച്ചു. കാര്യം ഇത് പബ്ലിക് എക്സാം എന്ന് പറഞ്ഞേക്കുന്ന, അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററുകളിൽ ഒന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊന്നും വിട്ടുകളയരുത്. വിത്ത് വൺ വേർഡ്, അതായത് യൂണിറ്റുകള് ഞാൻ പറഞ്ഞ ഇമ്പോൾസ് ഒക്കെ ഇതിന്റെ അകത്ത് ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കണതാണ്. അതിന്റെ യൂണിറ്റ് അത് വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്നൊക്കെയാണ് അവിടെ ചോദിച്ചേക്കണത്. അപ്പൊ അതും ന്യൂട്ടൺസിന്റെ ലോസ്, ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇത് നോക്കിയേ, ഇത് അത്ര കാര്യമായിട്ട് നോക്കാനില്ല. F1, F2, F3 are the three concurrent forces acting at a point P. As shown in the figure, the resultant of F1 and F2 obtained by the parallelogram is shown by PA is equal to F1 plus F2. ഡയഗ്രത്തിൽ പക്ഷെ പി എന്ന് എവിടെയാണെന്ന് തന്നിട്ടില്ല. ആക്ടിങ് അറ്റ് എ പോയിന്റ് പി എന്ന് പറഞ്ഞ പി എവിടെയാണെന്ന് തന്നിട്ടില്ല. അതായത് ഇവിടെ വന്നത് F1, F2, F1 പ്ലസ് F2നെയാണ് നമ്മൾ F3 എന്ന് കൺസിഡർ ചെയ്യുന്നത്. അതായത് എനിക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റാതെ നോക്കുക. ഇതാണ് F1, ഇതാണ് F, ഇതാണ് F1. ഇതേ പ്ലസ് ഇതാണ് is equal to 0.
ആ ജംഗ്ഷൻ നമ്മൾ ഇതിന് ഒരു വേറെ റൂൾ പഠിക്കാനുണ്ട് അതുപോലെ. അതായത് F1 F2 F3 എന്ന് പറയുന്നത് -F1 + F2 ആണ്. അപ്പൊ അതും കൂടി കൂട്ടിയാൽ the sum of the resultant of two forces must be equal and opposite to the third force എന്നാണ്. ഓപ്പോസിറ്റ് ടു ദ തേർഡ് ഫോഴ്സ് വന്നതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അറിയാലോ. അപ്പോ അത് മൂന്നും കൂടി നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. നമ്മൾ നേരത്തെ അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? V1 എവിടെ? -MV2. MV1 + MV2 = 0 വരും. അതുപോലെ തന്നെ ഇവിടെ രണ്ട് sum of the two forces must be equal and opposite to the third force or for equilibrium. The vector sum must be 0. ഇത് പാരലലോഗ്രാം ലോ വെച്ചിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ പാരലലോഗ്രാം ലോ വരക്കുക? പാരലലോഗ്രാം വരക്കുന്നത് എങ്ങനെയാ? ഇതിൽ വരച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വരയുണ്ട്. അതാണ് പാരലലോഗ്രാം ലോ. മനസ്സിലായോ? ഇതില് F1 ഇവിടെയും F2 ഇതുമാണ്. അപ്പൊ ഇതിന്റെ സമ്മാണ് എന്ത്? F1 + F2. അതായത് ഇതിനോട് ഇത് ഈക്വൽ ആണ്, ഇതിനോട് ഇതാണ് ഈക്വൽ. അപ്പൊ F1 + F2 ആണ്. ഇതൊന്ന് മനസ്സിലാക്കുക. പാരലോഗ്രാമിലൂടെ റൂൾ ആണത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സം F1 + F2 എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു -F3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? F1 + F2 ഈ മൈനസ് മനസ്സിലായി? F1 + F2 + F3 = 0. The sum of the resultant of two forces must be equal and opposite to the third forces or for equilibrium their vector sum must be 0. അതിന്റെ സം എന്ന് പറയുന്നത് എന്തിലാണ്? ഈക്വൽ ടു 0 ആണ്. ഓക്കെ. നമ്മുടെ തേർഡ് ചാപ്റ്റർ വരെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ഈ 1, 2, 3 ഈ ലോസ് ഓഫ് മോഷൻ നമ്മൾ ഇപ്പൊ എടുത്ത ചാപ്റ്റർ ആണ്. പബ്ലിക് എക്സാമിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ ശരിക്കും യൂണിറ്റ്, ഡയമെൻഷൻസ്, വെക്ടേഴ്സ് അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. കാരണം യൂണിറ്റുകളും വെക്ടേഴ്സും ഡയമെൻഷൻസ് എഴുതാനും ഒക്കെ ചോദിക്കുന്നുണ്ട്. വൺ വേർഡിന് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ 40 മാർക്സോളം നമുക്ക് വൺ വേർഡിന് വരും. അപ്പൊ യൂണിറ്റ്, ഡയമെൻഷൻസ് ഒക്കെ എഴുതാൻ ചോദിക്കും. ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് ന്യൂട്ടൺസിന്റെ 3 ലോസും കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ആ ആപ്ലിക്കേഷൻസും അതുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത്. അതെന്നൊക്കെ പറഞ്ഞാൽ 6 മാർക്കിന്റെ 4 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനു മുമ്പ്. പ്രീവിയസ് ഇയറിൽ 6 മാർക്കിന്റെ ന്യൂട്ടൺസിന്റെ ലോയൊക്കെ 6 മാർക്കിന്റെ വരെ ആയിട്ട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ പഠിക്കാതെ പോകരുത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ പേജ് നമ്പർ 85. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
ഇപ്പോ പേജ് നമ്പർ 10 എടുത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കിയേ. നമ്പർ 10 ഈ ടെക്സ്റ്റ് നിങ്ങളെ രണ്ടുമില്ലേ? ആതിരയും സാഹിറായി. മറ്റയാൾ പോയോ? നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ പേജ് നമ്പർ 10 എടുത്തേ. പേജ് നമ്പർ 10 അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 9 കണ്ടോ? സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഗിവ് ആസ് യൂണിറ്റ് ഫോർ മെഷർമെന്റ്സ് ഓഫ് ദ ഫോഴ്സ്. നമ്മളിപ്പോ എടുത്ത ചാപ്റ്ററിൽ നിന്നുള്ളതാണത്. മനസ്സിലായോ? നമ്മളിപ്പോ എടുത്ത ചാപ്റ്റർ, അതായത് തേർഡ് ലോസിൽ നിന്ന് വന്നേക്കണ എഴുതിയാ മതി. മനസ്സിലായോ? സെക്കൻഡ് ലോല എഫ് ഇസ് ഈക്വൽ ടു എം എം എന്നതാണ് നമ്മൾ അവിടെ എഴുതിയേക്കണത്. അപ്പൊ അതുവരെയൊക്കെ എഴുതണം. പിന്നെ ഇത് 6 മാർക്കിന്റെ ആയിട്ട് ചോദിച്ചേക്കണത്. മാർക്കിന്റെ ആയിട്ടും ഈ 3 എണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഈ ചാപ്റ്റർ പഠിക്കാതെ പോകരുത് കേട്ടോ. അത്ര നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പേജ് ക്വസ്റ്റ്യൻ നമ്പർ 28. സ്റ്റേറ്റ് ദ 3 ലോസ് ഓഫ് മോഷൻ എന്നാണ്. 3 ലോസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ലോ ടു ഡിഫൈൻ ദ ആക്സലറേഷൻ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോ ഇനേർഷ്യയിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് ഒരു എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അത് ഏത് മോഷനിലാണോ അവിടെ തന്നെ തുടരാനുള്ള കേപ്പബിലിറ്റി ആണ് നമ്മൾ ഇനേർഷ്യ, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയിലൂടെ നമ്മൾ എന്താ ഫിസിക്കൽ ടു എം എ, അതായത് മാസ് ഇൻടു ആക്സിലറേഷൻ, അതും ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കണ്ടല്ലോ. പേജ് നമ്പർ 50 ട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 28. 3 ലോസും പറയാനുണ്ട്. ഫസ്റ്റ് ലോയിൽ നിന്ന് ഇനേർഷ്യ പറയാനും സെക്കൻഡ് ലോയിൽ നിന്ന് ടു ഡിഫൈൻ ദ ആക്സിലറേഷനും. ആ എഫ് ഈസ് ഈക്വൽ ടു എം എ തന്നെ. 2 ക്വസ്റ്റ്യനും അത് തന്നെയായിരുന്നു. ഞാനിത് പറഞ്ഞതിന്റെ കാരണം ആ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ എടുത്തു പോയ ഈ ചാപ്റ്റർ ഒരിക്കലും വിട്ടുപോകരുത്. അതുപോലെ പേജ് നമ്പർ 61 11 ക്വസ്റ്റ്യൻ 11 ഉണ്ട്. ഞാൻ എന്താ പറയാ, പേജ് നമ്പർ 61 ക്വസ്റ്റ്യൻ നമ്പർ 11. സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഷോസ് ദാറ്റ് ഫോർ ആൻ ഒബ്ജക്ട് ഓഫ് കോൺസ്റ്റന്റ് മാസ് ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. അത് 2 മാർക്സ് ആണ്. അപ്പൊ 2 മാർക്സിന്റെ പോലെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഞാനിത് പറയാൻ കാരണം ആ ചാപ്റ്ററിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ. നോക്കാം എന്താണ് സർക്കുലർ മോഷൻ.
ഇത് വേണ്ട, സർക്കുലർ മോഷൻ കാണിച്ചേക്കുന്നതാണ്. പിന്നെ ബോഡി moves such that it keeps equal distance from the axis of the rotation, then the motion of the body is called the circular motion. And this circular motion is easily represented by moving a piece of stained field to one end of other end. Thus, a body undergoes circular motion when it is under certain force, pulling it towards the center of the circle of the motion. അതായത് എന്താണിത്? നമ്മുടെ സർക്കുലർ മോഷൻ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് അതിന്റെ എപ്പോഴും എന്ത് മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഡയറക്ഷൻ സർക്കുലർ മോഷനിൽ എന്താണ്? എപ്പോഴും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഏത് ഇതിലേക്കാണോ പോണത് അങ്ങടേക്കായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇത് അതിന്റെ സെന്റർ ആണ്. ഇതാണ് അതിന്റെ റേഡിയസ്. അപ്പൊ അതിന്റെ സർക്കുലർ പാത്തിലൂടെ ഉള്ള മോഷനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്ഷൻ മാറുക എന്ന് പറഞ്ഞാല് ഇതിന്റെ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം. വെലോസിറ്റി മനസ്സിലായോ? വാട്ട് ഈസ് വെലോസിറ്റി? നമ്മൾ എന്താ പഠിച്ച? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോ ഇതിന്റെ ഡയറക്ഷന്റെ വ്യത്യാസം അതിന്റെ വെലോസിറ്റിയിൽ എന്ത് വരും? ഡിഫറൻസ് ഉണ്ടാക്കും, ചേഞ്ചസ് ഉണ്ടാക്കും. ഇനി ഇതിന്റെ അകത്തേക്കാണ് എന്തുണ്ടാവണത്? ഈ സർക്കുലർ പാത്തില് ആ വസ്തു അതിന്റെ ആരത്തിലൂടെ ഒരു ആരം ഉണ്ടല്ലോ ഇങ്ങടേക്കുള്ള എന്താ പറയാ റേഡിയസിലൂടെ ഈ സെന്ററിലേക്ക് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് എന്ത്? സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് മനസ്സിലാക്കുക. അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ബലമാണ് എന്ത്? സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇത്രയും മനസ്സിലാക്കുക. അതാണ് സർക്കുലർ മോഷൻ. സർക്കുലർ പാത്തിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ആണ്. അതിന് കറക്റ്റ് കൃത്യമായിട്ടുള്ള റേഡിയസ് ആയിരിക്കും. അതിന്റെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് വരും. ഒരു ഒബ്ജക്റ്റ് അതിന്റെ സെന്ററിലേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെന്ററിലേക്ക് കൊടുക്കുന്ന ആക്സിലറേഷൻ ആണ് സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ. കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അതായത് ഒരു ഈ സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ അവിടെ ഒരു ഫോഴ്സ് വേണം. അതാണ് എന്ത്? സെൻട്രിപീറ്റൽ ഫോഴ്സ്. അതാണ് സർക്കുലർ ഇതിൽ പഠിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇങ്ങോട്ടേക്കായിരിക്കും ഫോഴ്സസ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. mv²/r. ഇതാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. mv²/r. r is the radius, v is the velocity and m is the mass of an object. ഓക്കെ എന്ന് വിചാരിക്കണോ? ഓക്കെ, അപ്പൊ എന്താണ് സർക്കുലർ മോഷൻ എന്ന് പഠിച്ചു. ഇനി എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? മനസ്സിലായില്ല. ഇനി എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദ സെന്റർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഇസ് കോൾഡ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതായത് ആ സെന്ററിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് യൂണിറ്റ് ആസ് റേഡിയൻസ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് represented by and these fractions are extra quantity എന്ന് പറഞ്ഞു. അപ്പോ ഇതിന്റെ ആംഗുലാർ സ്പേസ് സ്മോൾ ആംഗുലാർ സ്പേസ്. ഓക്കെ, a body moving in a circle with uniform speed as acceleration and give reason. നമ്മളിപ്പോ പറഞ്ഞോളൂ അത് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അതായത് റേഡിയസ് ഈക്വൽ ആണ്. അപ്പൊ അതിന് എന്തുണ്ടാവും?
സെന്ററിലേക്ക് ഒരു ഫോഴ്സ് കാരണം അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ? When a body is moving in a circular path, its direction always changes. And although its magnitude is constant, and hence due to the change in the direction, the change in the velocity occurs in a circular motion as accelerated motion. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കുലർലി മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാവുകയും അപ്പൊ അവിടെ വെലോസിറ്റിയിൽ എന്തുണ്ടാവുന്നു? ചേഞ്ചസ് ഉണ്ടാവും. സർക്കുലർ മോഷൻ ഇസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. അതിന്റെ അകത്തേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. സെൻട്രിപീറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. അത് കാരണമാകുന്ന ഫോഴ്സിനെയാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then give some, question number 4, give some examples of moving body which have circular motion. Circular motion അഞ്ചാറ് എക്സാമ്പിൾ പറയാം. The moving hand of an ordinary clock. നമ്മുടെ ക്ലോക്കില് സൂചി പോണത്. And vehicle moving around a traffic roundabout. And the movement of the gears, pulleys and wheels involving circular motions are very useful. They are undergo uniform circular motion. Then in the Sentinel Olympics held at Athletics, the gold medalist hammer thrower threw the hammer to a distance of 19.6 meters. Assuming this to be the maximum range, calculate the initial with which the hammer was thrown and what was the maximum height of the hammer and how long did it remain in the air. Ignore the height of the thrower's hand above the ground. സോറി നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് കാര്യമാണ്. പിക്ചറാണ് ഇത്. കണ്ടോ, ഹാമറുണ്ട്. അതിനെ ഒരു ചരട് വെച്ച് ബന്ധിപ്പിച്ചിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എങ്ങനെ കറക്കും. അതായത് സർക്കുലർ മോഷനിൽ കറക്കിയിട്ടാണ് അതിനെ ഇടുന്നത്. അപ്പൊ അത് ആ വിടുന്ന പൊസിഷനിൽ അതിന്റെ എന്താ പോകുന്നത്? സെൻട്രിപീറ്റൽ ഫോഴ്സിൽ നിന്ന് അത് മാറി. സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്, സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ ഉള്ളതുകൊണ്ടാണ് അത് സർക്കുലർ മോഷൻ മൂവ് ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ അതിന്റെ കിട്ടുന്നത്? അപ്പൊ അത് അതാണ് ഹാമറിന്റെ പ്രവർത്തനം. Since we can ignore the height of the thrower's hand above the ground, and we launch point and the launch point and the point of the impact can be taken to be at the same height. We take the origin of the coordinate axis at the launch point. Since the distance covered by the hammer is the range, it is equal to the hammer's range for theta is equal to 45 degree. നമുക്കറിയാം, നമ്മള് പ്രൊജക്ടൈൽ മോഷൻ പഠിക്കും. ഈ പ്രൊജക്ടൈൽ മോഷനിലെ ഏറ്റവും കൂടുതൽ പെർപെൻഡിക്കുലർ വന്നത് 90 ഡിഗ്രിയിലും ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് 45. മാക്സിമം 45 വരെയാണ് വരുള്ളൂ. ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് എന്ത്? മാക്സിമം 45ഉം
വെർട്ടിക്കൽ ആംഗിള് ഹാമർ, അതായത് ഈ പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ എന്ത് വരും? നമ്മൾ പ്രൊജക്ടൽ മോഷൻ മനസ്സിലായാലും ഇത് ഇങ്ങനെ വരുന്നത് 45 ഡിഗ്രിയും വരും. അപ്പൊ ഇവിടെ നമ്മൾ ആ ഹാമർ അതുപോലെ ഇങ്ങനെ ചുഴറ്റി എറിയുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ആ അതിന്റെ ഒരു ആംഗിൾ ആണ് പറയണത്. തീറ്റ 45 ഡിഗ്രിയിലായിരിക്കും അതിന്റെ ഹാമേഴ്സ് റേഞ്ച് വരുന്നത്. വി ഹാവ് ഫ്രം ദി ഇക്വേഷൻ ആർ is equal to V0 square sin square theta divided by G ആണ്. G is the acceleration due to gravity and sin square theta is the angle between. അവിടെ ഉണ്ടാവുന്ന സൈൻ 45 ഞാൻ അന്ന് അയച്ചു തന്ന ടേബിളിലുണ്ട്. സൈൻ 45യുടെ വാല്യൂ എന്തുകൊണ്ടാണ് അത് അവിടെ ക്യാൻസൽ ചെയ്ത് പോയെന്നുള്ളത് നോക്കുക. ഓക്കെ ഓക്കെ, അത് റേഞ്ചിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ക്ലിയർ ആവണില്ലേ? അതായത് ഇടക്ക് കട്ടാവാനുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടാ. നോക്കിയേ, ഹാമേഴ്സ് റേഞ്ചിന്റെ ഇക്വേഷൻ V0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ G ആണ്. ഞാൻ സെൻഡ് ചെയ്ത അതില് സൈൻ 45ന്റെ വാല്യൂ എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തന്നില്ലായിരുന്നോ സൈൻ 45ന്റെ വാല്യൂ? സൈൻ സ്ക്വയർ സൈൻ 45 1/√2 ആണ്. സൈൻ സ്ക്വയർ 45 is equal to 1/2. അത് അവിടെ 1 ആയി പോകും. നമ്മള് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അവിടെ. അതാണ് R is equal to V0 സ്ക്വയർ ബൈ G വന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? V0 സ്ക്വയറോട് ഇടാം R into G. V0 is equal to root of RG. Then it is given that R is equal to നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് R എന്ന് പറയുന്നത് 19.6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് റേഞ്ച്. And G is equal to gravitational constant. Acceleration due to gravity നമുക്കറിയാം 9.8 ആണ്. Therefore, what is V0 is equal to root of 19.6 meter into 9.8 meter per second square. Just substitute ചെയ്താൽ മതി. The maximum height last end കിട്ടും 14.01 meter per second എന്ന് കിട്ടും. And the maximum height and the time of the flight are given by the equation. അത് ഇക്വേഷൻ ആണ്. അതായത് മാക്സിമം ഹൈറ്റും ഫ്ലൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും ഇക്വേഷൻ ആണ്. ഇത് ഇതൊരു ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. എന്താണ് മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ? 2 sin theta 0 divided by G and putting the value of V0 and sin theta 0. രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഹൈറ്റിൽ നോക്കിയേ
V0 സ്ക്വയർ അതായത് 9.8 √2 ആണ് ഇട്ടിരിക്കുന്നത്. അതായത് 40.01 അല്ല അവർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇൻറ്റു ദേ സൈൻ തീറ്റ. സൈൻ തീറ്റ ഞാൻ പറഞ്ഞു 1/2 ആണ്. 1/2 സൈൻ സ്ക്വയർ തീറ്റ വരുമ്പോ ഹോൾ സ്ക്വയർ and then divided by 2 into 9.8. അത് ചെയ്യുമ്പോൾ 4.9 എന്നും ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു 2 into 9.8 into √2 അതാണ് V0. Then sin theta 0 divided by 9.8 meter per second square. ഈ സൈൻ തീറ്റക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തിരിക്കുന്നത്? അവിടെ 1/√2 കൊടുത്തു. 1/√2 ദാറ്റ്സ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഇക്വേഷൻ V0 എച്ചിന്റെയും ടൈം ഓഫ് ഫ്ലൈറ്റിന്റെയും മാക്സ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിവിടെ കുറെ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. നമ്മൾ എങ്ങനെ കിട്ടുന്നതെന്ന് ക്വസ്റ്റ്യൻ നമ്പർ 10 പഠിക്കും പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 വരെയാണ് നമ്മൾ ഇന്നിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 6 തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ചാപ്റ്റർ ഇച്ചിരി വലുതാണ് കേട്ടോ. ചാപ്റ്റർ 4 ഇച്ചിരി അധികമുള്ള ചാപ്റ്ററാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലിയർ ആവാത്തതോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. മെസ്സേജ് കണ്ടില്ല ഞാൻ. നിങ്ങള് വോയിസ് ഇട്ടിങ്ങട്. എന്റെ വോയിസ് ടൈപ്പ് മാത്രം ചെയ്യണേ. ആദിരൻ സാഹിർ, എനി ഡൗട്ട്? ക്ലാസ് ഞാൻ മൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു.